ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. അങ്ങനെ നമ്മൾ അന്നപൂർണ ബേസ് ക്യാമ്പ് ട്രക്കിലെ 3rd എപ്പിസോഡാണ്. നമ്മളിപ്പം ഗാൻഡ്രൂക്കിലാണ് ഉള്ളത്. 2660 മീറ്റേഴ്സിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. അന്നപൂർണ ബേസ് ക്യാമ്പിൻ്റെ എപ്പിസോഡ് 3 വളരെ ലേറ്റായെന്നറിയാം ഈ വീഡിയോ ഇടാൻ. നമ്മുടെ പണ്ടത്തെ അന്നപൂർണയുടെ വീഡിയോ കാണണമെങ്കിൽ എപ്പിസോഡ് 1ഉം 2ഉം കാണണമെങ്കിൽ താഴത്തുണ്ട്, അല്ലെങ്കിൽ പ്ലേലിസ്റ്റിലുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. യെസ്, നമ്മളങ്ങനെ നല്ലൊരു ട്രക്കിങ്ങിന് ശേഷം കടാപ്പാനി എത്തിയിരിക്കുകയാണ്. ഇങ്ങനെ വന്ന് ചൂല പിടിക്കണം. ഈ കോമറോം, ബാമ്പു, ജുവാൻ, ജൂറാലി, MBC, then वापस same day, then down പൊക്കറ. നമ്മളങ്ങനെ ചൂലെ വില്ലേജ് എത്തിയിരിക്കുകയാണ്. ചൂലെ ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ക്യാമ്പ് ചെയ്യുന്നത് ഇവിടുത്തെ മ്യൂസിയത്തിലാണ്. ഇന്ന് നമ്മുടെയൊക്കെ ഇവിടുത്തെ ബാബു പറഞ്ഞു മ്യൂസിയത്തിൽ കിടന്നോളാൻ. അപ്പം മ്യൂസിയം നിങ്ങൾ കണ്ടോളൂ, ഫുൾ സീനാണ്. നമ്മുടെ ഈ ചെടിയൊക്കെ ഉണ്ട്. ബാബ ഇവിടെ കുക്കിങ്ങിൽ ഏർപ്പെടുകയാണ്. ബാബ, ഇതെന്തായിരുന്നു സാധനം? ഇത് മറ്റേ ജംഗിളി, ഇത് കാട്ടതള, ഇത് മറ്റേ ജംഗിളി സബ്ജിയാണ്. ഇന്നിവിടെ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് അകത്തെ വിഷ്വല് ഇപ്പോൾ കാണിച്ചു തരാം. നമ്മൾ ബ്യൂട്ടൻ ഗ്യാസ് യൂസ് ചെയ്യുന്നില്ല. ഇവിടുത്തെ അപ്പച്ചൻ പറഞ്ഞ് ഇതിൽ കുക്ക് ചെയ്തോളാൻ. അപ്പം അതിൻ്റെ അരിയും സബ്ജിയും ആണ് ഇന്ന്. ഭാഗ്യം. അപ്പൊ ഇന്ന് രാത്രി നമ്മള് ചാച്ചാന്റെ കൂടെ ആളൊക്കെയാണ് ആള് നീറ്റ കുറച്ചെല്ലാം പറയപ്പെടുന്നത്. കിടിലം ഒരു മഡ് ഹൗസ് കിട്ടിയേക്കാണ് ഗൈസ്. നോക്കൂ. ലിങ്കിടിയാണ് നമ്മളിന്ന് കുക്കിംഗ്. ഇതിൻ്റെ പേര് ഇപ്പോഴാണ് കിട്ടിയത്. ഇതാണ് നമ്മുടെ ഇവിടുത്തെ ചാച്ച. ഇവിടുത്തെ ചാച്ച ഇച്ചിരി വിഷയക്കാരനാണ്. നമ്മുടെ നേപ്പാളിയിലെ ചാർലിയാന്ന് തോന്നുന്നു. കാരണം ചാർലിയുടെ സിനിമയ്ക്കകത്ത് ഇങ്ങനത്തെ ഒരു വീടില്ലേ, അതേപോലെ സെയിം ചാർലി. പുറത്ത് മഴ തോർന്നു വരുന്നുണ്ട്. മഴ തുടങ്ങിയത് മറ്റേ കല്ല് മഴയായിരുന്നു. ഹെയിൽ സ്റ്റോൺ വീണാണ് തുടങ്ങിയത്. ഗായ്സ്, നമ്മുടെ സബ്ജി ആയിക്കൊണ്ടിരിക്കുകയാണ്.
ചോറായല്ലേ? മോർണിംഗ് ഫുഡ് ജംഗ്ലി സബ്ജി ചാവൽ ഏകദേശം പാക്കായി. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ മ്യൂസിയം വിടുകയാണ്. സ്റ്റേ ചെയ്ത സ്ഥലം എവിടെ സ്റ്റേ ചെയ്താലും ഇത് മറക്കില്ല. അടിപൊളി പ്ലേസ് ആയിരുന്നു. വ്യൂ പാക്കിംഗ് ഫ്രണ്ട്സ്, ഈ അപ്പച്ചൻ്റെ കൂടെയാണ് നമ്മൾ ഇന്നലെ സ്റ്റേ ചെയ്തത് മ്യൂസിയത്തിൽ. ഓക്കെ ജി. अर्जुन ठीक है जी, आएगा वापस. धन्यवाद. बाय बाय. सी यू. बाय बाय अर्जुन. थैंक यू जी. सी यू. बाय. बाय बाय. നമ്മുടെ ഈ ദായിക്ക് നേപ്പാളി മാത്രമേ അറിയത്തുള്ളൂ കേട്ടോ. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പോൾ ഒരു സ്തൂപം കണ്ടിരിക്കുകയാണ്. നമ്മളിങ്ങനെ ഇറങ്ങി വരുമ്പം അയൺ ബ്രിഡ്ജ് കണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ലെങ്തുള്ള അയൺ ബ്രിഡ്ജാണ്. അങ്ങനെ ചോംറോങ്ങിൻ്റെ ബോർഡ് കണ്ടിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ട്രക്കിംഗ് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, എന്നാലും നൈസ് പ്ലേസാണ്, ഒന്നും പറയാനില്ല. Bro. Hi. Hello. Hello. Hi, I'm from South Korea. Oh, nice. Now I'm working in India, Chennai. Oh, nice. Yeah. ഫ്രണ്ട്സ്, അങ്ങനെ നമ്മൾ ഗുർജൂങ്ങിൽ നിന്ന് 2 hours ട്രക്ക് കഴിഞ്ഞ് ഇപ്പം ചോങ്മോങ് എത്തിയിരിക്കുകയാണ്. ആണ് വ്യൂ. നൈസ് ഒരു ലാൻഡ്സ്കേപ്പാണ്. ഇപ്പം നമ്മൾ അന്നപൂർണ സ്റ്റാർട്ട് ചെയ്തപ്പോൾ മുതൽ ഓരോ സ്ഥലങ്ങളും വെറൈറ്റി ലാൻഡ്സ്കേപ്പും നേച്ചറും ഒരേപോലത്തെ സ്ഥലങ്ങളേ ഇല്ല. ഫുൾ അടിപൊളി.
നല്ലൊരു ഗ്രാമമാണ്. പണ്ടത്തെ കുറേ വീടുകളൊക്കെ നമുക്ക് കാണാം. മിക്കയിടത്തും കാണാം. എന്തിനാണ് ഇങ്ങനെ ഒരു ഗേറ്റ് എന്നറിയില്ല. ചിലപ്പോൾ പശുക്കളൊന്നും കയറാതിരിക്കാനായിരിക്കും. ചോംറോങ്ങിലെ സ്കൂളാണ് ഈ കാണുന്നത്. ഇപ്പം വർക്കിംഗ് അല്ല എന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇന്ന് ക്ലോസ്ഡ് ആണെന്ന് തോന്നുന്നു, അറിയില്ല. പെടപ്പൻ സ്കൂൾ വ്യൂ നോക്കി. ഇത് കറി വെക്കുന്ന ഇലയാണ്. ആ ചേച്ചി അത് ഉണക്കുവാണെന്ന് തോന്നുന്നു. ഇത് മറ്റേ സബ്ജിക്കകത്തൊക്കെ ഇടുന്ന ഇലയാണ്. നല്ല സ്തൂപമൊക്കെ ആയിട്ട് നമുക്കൊരു ഗുംബ കാണാം. അങ്ങോട്ട് പോയി നോക്കാം. നമ്മളങ്ങനെ പിന്നെ ഒരു അയൺ ബ്രിഡ്ജ് എത്തിയിരിക്കുകയാണ്. ഈ സ്ഥലം ഒരു രക്ഷയില്ല, നല്ല രസമുണ്ട്, അടിപൊളി. നമ്മളങ്ങനെ ചെറിയ മഴയോടെ ധോവനെത്തി. അപ്പോൾ ഇവിടെ ഒരു വീട്ടിൽ ചോദിച്ചപ്പോഴത്തേക്കും അവർ മേളിൽ ടെൻ്റ് അടിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ടെൻ്റ് സ്പേസും നമുക്ക് കിട്ടി. മഴ ഏകദേശം തോർന്നു. നമുക്ക് ടെൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞ് നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ദാൽ കറിയും ചാവലുമാണ്. അപ്പോൾ ബാക്കി എപ്പിസോഡ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഓക്കെ, ഗുഡ് നൈറ്റ്.